പ്രൊഡക്ഷൻ കൺട്രോളർ എസ് മുരുകനെതിരെ പരാതിയുമായി വനിതാ സംവിധായിക കൃഷ്ണ പ്രിയദർശൻ. ഒരു ഡയറക്ടറായിട്ടാണ് ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന ഫിലിമിൻ്റെ ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും അതുപോലെ തന്നെ പ്രൊഡ്യൂസറും കൂടെ ആണ്. ദൂരാനുഭവമാണ് ഞാൻ പറയാനായിട്ട് ഇപ്പം നിങ്ങളോട് ആഗ്രഹിക്കുന്നത്. UAE നിയമം എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് പിന്നെ പുള്ളിയോട് സോറിയൊക്കെ പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. മലയാള സിനിമയിൽ വീണ്ടും ഒരു വിവാദം കൂടി ഉണ്ടാവുകയാണ്. ശ്രീലങ്കൻ സുന്ദരി എന്ന സിനിമയുടെ സംവിധായികയാണ് രംഗത്ത് എത്തിയിരിക്കുന്നത്. തനിക്കൊരു സിനിമ സംവിധാനം ചെയ്യുവാൻ ഒരു സുഹൃത്ത് വഴി പരിചയപ്പെട്ട ആളാണ് മുരുകൻ എന്നും ഇദ്ദേഹം ബോധപൂർവം എന്നെ പറ്റിക്കുകയായിരുന്നുവെന്നും സംവിധായിക പരാതിപ്പെട്ടു. പ്രൊഡക്ഷൻ കൺട്രോളർ, അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. നമ്മൾ നോക്കി കാര്യം നല്ല നല്ല സിനിമകളൊക്കെ ചെയ്ത ഒരു കൺട്രോളറാണ്. അപ്പോൾ അങ്ങനെ ഒരു കൺട്രോളറെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിയുമല്ലോ. അപ്പം നമുക്ക് നേരെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വർക്കുകളെല്ലാം സ്മൂത്തായിട്ട് നടക്കും എന്നുള്ള ഒരു ധാരണയിൽ ആളെ നമ്മൾ ഏൽപ്പിച്ചു. സിനിമ ചെയ്യുവാനായി മീറ്റിംഗ് പല പ്രാവശ്യം നടന്നിട്ടുണ്ടെന്നും താൻ വളരെയധികം വിശ്വസിച്ചാണ് എസ് മുരുകനെ തന്റെ സിനിമയുടെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറായി നിയമിച്ചതെന്നും ശ്രീലങ്കൻ സുന്ദരി എന്ന സിനിമയുടെ സംവിധായക കൃഷ്ണ പ്രിയദർശൻ പറഞ്ഞു. ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോട് ചോദിച്ചാലും ഒന്നുകിൽ അഭിനയിക്കുക അല്ലെങ്കിൽ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞാൽ സിനിമയിൽ ഭാഗമാവുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അപ്പം അതുപോലെ ഒരു പാഷനായിട്ട് കൊണ്ട് നടന്നിരുന്നു ഞാനും. കാര്യം അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സിനിമയിലെ ഗാനങ്ങൾ, എൻ്റെ സിനിമയുടെ ഒരു സിനിമയിലെങ്കിലും ഗാനങ്ങൾ വരണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അതായിരുന്നു മെയിനായിട്ട് എനിക്ക് ആവശ്യം. അപ്പോൾ എൻ്റെ ഗാനങ്ങളുമായിട്ട് ഞാൻ പലയിടത്ത് പോയപ്പോഴും അത് നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തന്നെ ഒരു സിനിമ ഫുള്ളായിട്ട് ചെയ്യാന്നുള്ള പ്ലാനിൽ ഇറങ്ങുന്നത്. താൻ വിദേശത്താണ് ജോലി ചെയ്യുന്നത്. കേരളത്തിലെ സിനിമയുടെ സംഘടനകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഫിലിം ചേംബർ പ്രൊഡ്യൂസ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടില്ല. അതിന്റെ കാര്യങ്ങളെല്ലാം പ്രൊഡക്ഷൻ കൺട്രോൾ എസ് മുരുകനാണ് മേൽനോട്ടം വഹിച്ചിരുന്നത്. സിനിമ രജിസ്റ്റർ ചെയ്തു എന്ന് പറഞ്ഞ് ഒരു സംഘടനയുടെ പേപ്പർ എനിക്ക് നൽകുകയുണ്ടായി. ഞാൻ ഈ സിനിമ ചെയ്തത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. കേരളത്തിൽ സിനിമ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു താരം കാരണം സിനിമ പോലും വേണ്ട എന്ന് വയ്ക്കേണ്ടി വന്നു എന്ന് കൃഷ്ണ പ്രിയദർശൻ പറയുന്നു. അപ്പോൾ അതിൽ ഒരു മെയിൻ ആക്ടർ എന്ന് പറയുന്നത് രോഹിത് വേദായിരുന്നു. ഇപ്പോൾ രോഹിത് വേദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിച്ചില്ല എന്നേ ഉള്ളൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. അയാളെ കാര്യം സ്ക്രിപ്റ്റെല്ലാം വായിച്ചതിന് ശേഷമാണ് വന്ന് അഭിനയിക്കുന്നത് നമ്മുടെ കൂടെ. അബുദാബിയിൽ വന്നതിന് ശേഷം ഈ സ്ക്രിപ്റ്റിൽ ഇത് പറ്റത്തില്ല എന്ന് തന്നെ ക്രൂ മെമ്പേഴ്സിൻ്റെ മുമ്പിൽ വെച്ച് എന്നോട് വളരെ മോശമായിട്ട് ഇൻസൾട്ട് ചെയ്തു. എന്നെ കഴിഞ്ഞ ദിവസം എന്നെക്കുറിച്ചും എൻ്റെ സിനിമാ പ്രവർത്തനത്തെക്കുറിച്ചും വളരെ മോശമായ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബ് ചാനലിൽ എസ് മുരുകനും കൂട്ടരും എന്നെക്കുറിച്ചും എൻ്റെ സിനിമകളെക്കുറിച്ചും വളരെ മോശമായിട്ടാണ് വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സിനിമ പ്രവർത്തനവുമായി എനിക്കൊപ്പം ചേർന്ന എൻ്റെ ക്രൂവിന് എല്ലാ പൈസയും കൊടുത്തു തീർത്തിട്ടുള്ളതാണെന്ന് ഞാൻ വ്യക്തമാക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ബഡ്ജറ്റ് നമ്മൾ പറഞ്ഞു, പക്ഷേ ആളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരുപാട് കൂട്ടിയിട്ടാണ് തന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു ഇത് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അപ്പോഴും ആൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിസ്കഷനിൽ തന്നെ ഞങ്ങൾക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. എന്നാൽ പ്രചരണം വളരെ വ്യാജമായിട്ടാണ് പോകുന്നത്. ഈ സിനിമയുടെ സംവിധാനവുമായി ബന്ധപ്പെട്ടും ഇക്കൂട്ടർ വളരെ വ്യാജമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീലങ്കൻ സുന്ദരി എന്ന ചിത്രത്തിന്റെ ചിത്രീകരണം 10 ദിവസം അബുദാബിയിലും ബാക്കി ദിവസങ്ങളിലെ ചിത്രീകരണം ഗുരുവായൂരുമായിട്ടാണ് നടന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ആക്ടറെ കണ്ടുപിടിച്ച് തരണം. കുറേ ആക്ടേഴ്സിനെ നമ്മൾ ചൂസ് ചെയ്തെങ്കിലും ഞങ്ങൾക്ക് ഒരു ആക്ടറെ മാത്രമേ കൊണ്ടുവന്നുള്ളൂ മെയിനായിട്ട്. അപ്പോൾ അനൂപ് മേനോൻ എന്ന ആക്ടറാണ്. അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഭയങ്കര എമൗണ്ട് പറഞ്ഞു, അറൗണ്ട് 75 lakhs ഒക്കെ പറഞ്ഞു. അതൊന്നും നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം 2 മെയിൻ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ 2 ആക്ടേഴ്സിന് ചാൻസ് ഉള്ള ഒരു മൂവിയാണ്. ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രൊഡക്ഷൻ കൺട്രോളർ എസ് മുരുകൻ ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ 2 സഹായികളെയാണ് ഈ സിനിമയ്ക്കായി എനിക്ക് വിട്ടുതന്നത്. നമ്മൾ കൺട്രോളറെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ കോ പ്രൊഡ്യൂസറെ വിളിച്ച് പറഞ്ഞ് ബഹളം വെച്ചതിന് ശേഷമാണ് ആള് അഭിനയിക്കാനായിട്ട്. അന്ന് രാവിലെ 7 മണിക്ക് തുടങ്ങേണ്ട ഷൂട്ട് തുടങ്ങുന്നത് 11 മണിക്ക്. പുള്ളി എപ്പോഴാണ് എത്തുന്നത്, വന്നിട്ടാണ് 11 മണിക്ക് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. ഇവർ നടത്തുന്ന പ്രചരണം പച്ചക്കള്ളമാണ്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ടാണോ എനിക്കെതിരെ ഈ ഉന്നം വയ്ക്കുന്നത്? ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ഉടൻ തന്നെ പുറത്തുവിടുന്നതാണ്.